ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് ജൂൺ 18, സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു ട്രേഡ് ഇവിടെ എടുക്കുന്നത് നിഫ്റ്റി പുട്ട് ഓപ്ഷനിലാണ്. എൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 24,150 കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. ആൻഡ് ആദ്യത്തെ 30 മിനിറ്റ്സ് 9:15 മുതൽ ഒരു 45 വരെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു മൂവ്മെൻറ്റ്. ഞാൻ അതുകൊണ്ടാണ് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മാർക്കറ്റിനെ മനസ്സിലായില്ലെങ്കിൽ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. ആൻഡ് കാരണം കൺഫ്യൂസ് ആകാനുള്ള കാരണം ഒന്ന്, ആദ്യത്തെ ഫസ്റ്റ് ഒരു വലിയൊരു ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വളരെ വലിയൊരു ക്യാൻഡിൽ, വളരെ വലിയൊരു വിക്കായിട്ട്, റൈറ്റ്. ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും, റൈറ്റ്. വലിയൊരു ക്യാൻഡിൽ. പിന്നീട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ആ ഒരു മൂവ്മെൻറ്റ് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. പിന്നെ ആ ക്യാൻഡലിൻ്റെ ഹൈയിലൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇവിടെ നിന്നൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ട്രാപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റുകളൊക്കെ കണ്ടിട്ട്, അതായത് ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു, പുൾ ബാക്ക് വരുന്ന സമയത്ത് ഇവിടെ നോർമലി ബയേഴ്സ് വരും, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു വിശ്വസിച്ചിട്ട്. അപ്പോൾ അവരെയൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് ഡേ ഹൈ, പിന്നെ ഈ ഒരു സിംഗിൾ ലോയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ട്രേഡ് എടുക്കാനുള്ള ഒരു കൺവിക്ഷൻ കൂടി പറയുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സോണാണ്. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോണാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സോണാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇവിടെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മാർക്കറ്റ് ഇവിടെ നിന്നൊരു സ്ട്രോങ് സെല്ലിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൂള് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് ഏർലി ആക്സസ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ടൂള് കണ്ടിട്ട് ആരും കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് ആ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡിംഗ് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഒരു ടൂൾ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് എൻ്റെ വ്യൂ, ഞാനിപ്പോൾ ട്രേഡ് എടുക്കുന്ന വ്യൂ ജസ്റ്റ് ഒരു വ്യൂ ആണ്. ഇത് മാർക്കറ്റിൽ റോങ് ആവാം, ഡെഫിനറ്റ്ലി റോങ് ആവാം. കാരണം മാർക്കറ്റിന് ഏത് രീതിയിൽ മാർക്കറ്റ് നെക്സ്റ്റ് മൊമെൻറ്റിൽ മൂവ്മെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുക്കുവാണ്. പ്രീമിയത്തിൻ്റെ ഡേ ലോയിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ടാർഗറ്റ് കൊടുക്കുന്നില്ല. ടാർഗറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എൻ്റെ കൺവിക്ഷൻ അനുസരിച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. എൻട്രി എടുത്തു, അത് കഴിഞ്ഞ് ചെറിയൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്നു. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തൊരു ബ്രേക്ക് ഔട്ട് പ്രീമിയത്തിൽ കാണാം. സ്പോട്ട് നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി ഒരു എം പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് തിരിച്ച് താഴോട്ട് ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ നടത്തി ഇപ്പോൾ ഒരു പുൾ ബാക്ക് റിട്രേസ്മെൻ്റ് ആണ് ഉള്ളത്. തിരിച്ച് വീണ്ടും താഴോട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു പ്രീമിയത്തിൻ്റെ ഒരു ഡേ ഹൈ അല്ലെങ്കിൽ ഒരു സ്പൈക്ക് കിട്ടുവാണെങ്കിൽ തന്നെ ഒരു 40+ പോയിൻ്റ് ടാർഗറ്റിനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഞാൻ ആ ഒരു പ്രീമിയം ചാർട്ട് നോക്കിയിട്ട് ഒരു സ്പൈക്ക് വരുവാണെങ്കിൽ ഞാൻ അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്, റൈറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും വിന്നിങ് ട്രേഡ് ഹോൾഡ് ചെയ്യുക, എപ്പോഴും പല വീഡിയോസായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ പുൾ ബാക്ക് ഒന്നും കണ്ടിട്ട് പേടിക്കരുത്. ചിലപ്പം പുൾ ബാക്ക് വരുന്ന സമയത്ത് തിരിച്ച് റിവേഴ്സിലൊക്കെ പോകാം. പക്ഷേ നിങ്ങൾ എടുത്ത ട്രേഡുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങളെടുത്ത പല ട്രേഡുകളിലും ചിലപ്പം ചെറിയ പുൾ ബാക്ക് നടന്നിട്ട് വലിയ മൂവ്മെൻറ്റുകൾ നടന്നിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ഈ ഒരു പ്രീമിയത്തിൻ്റെ ഹൈ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈ പോയിൻ്റ് കൂടി ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ, അതായത് ഇന്നത്തെ ആ ഒരു ഹൈ പോയിൻ്റ് ആൻഡ് ആ ഒരു ടാർഗറ്റ് 40+ പോയിൻ്റ് ടാർഗറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ ആദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യമാണ് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഏത് ട്രേഡ് എടുത്താലും, ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ശരി, ട്രേഡിന് മുൻപേ നമ്മളൊരു ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതും വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരോട് പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ആദ്യത്തെ മിനിറ്റുകളിൽ, അതായത് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ട്രേഡ് കൺസിഡർ ചെയ്ത്, പല ആൾക്കാർക്കും തോന്നുമോ യെസ് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ ആ ഒരു തോന്നലിൻ്റെ പുറത്ത് ട്രേഡ് ചെയ്യരുതെന്ന് ഞാൻ പലപ്പോഴും യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ റിപ്പീറ്റായിട്ട് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആദ്യത്തെ ഒരു 45 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാക്റ്റ് ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിനെ ഞാൻ പല കാറ്റഗറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് A+ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ A+ സെറ്റപ്പ് എനിക്ക് വരുന്ന സമയങ്ങൾ, അതിന് A+ സെറ്റപ്പ് മീൻസ് ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. മാർക്കറ്റ് ഇന്ന ലെവലിൽ ഓപ്പൺ ചെയ്തു, പ്രീവിയസ് ഡേ സ്ട്രക്ചർ ഒക്കെ അപ് ട്രെൻഡ് ആണ്. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ ട്രേഡ് എടുക്കും.
ഇപ്പോൾ പേഴ്സണലി ഒരു 4-5 A+ സെറ്റപ്പുകൾ എനിക്കുണ്ട് ഡിഫറെൻറ്റ് മാർക്കറ്റ് കണ്ടീഷനിൽ. അതൊക്കെ MTJ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരാത്ത ദിവസങ്ങളിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ആദ്യത്തെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കും, 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം വെയിറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നഷ്ടങ്ങൾ വരുമെന്ന് എനിക്കറിയാം. കാരണം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ടാണ് ട്രേഡ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ മാർക്കറ്റ് നോക്കാം. ഇപ്പം ഏകദേശം പ്രീമിയത്തിൻ്റെ ഈ ഒരു ഡേ ഹൈ ലെവലിൻ്റെ അടുത്തോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ ഒരു സ്പൈക്ക് ഉണ്ടാകാം. ഇല്ലെങ്കിൽ റിജക്ഷനാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇതാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. ഓക്കെ. സോ വെയിറ്റിംഗ്. കാരണം വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മേ ബി ഒരു ബ്രേക്ക് ഡൗണിലുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ചില ദിവസങ്ങളുണ്ട്. അതായത് വളരെ പ്രീമിയത്തിൻ്റെ ഒരു വളരെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ദിവസങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്കെന്താണ് മാക്സിമം പ്രീമിയം തന്നെ പെട്ടെന്നൊരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് 80-ലുള്ള പ്രീമിയം പെട്ടെന്നൊരു 140, 160 ഒക്കെ പോകും. ബട്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല എനിക്ക് തോന്നുന്നു ഇന്നുള്ളത്. ഒരു മൊമെൻറ്റം കുറഞ്ഞൊരു ദിവസമാണ്. ബട്ട് സ്റ്റിൽ ബ്രേക്ക് ഔട്ടിൻ്റെ അടുത്ത് ആ ഒരു ഡേ ഹൈൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ വെയിറ്റിംഗ്. ആൻഡ് ആരും എന്നോട് ഡൗട്ട് ചോദിച്ച കാര്യമാണ് ഓപ്ഷൻ ചെയിൻ നോക്കാറുണ്ടോ എന്നുള്ളത്. ഓപ്ഷൻ ചെയിൻ നോക്കി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി ട്രേഡ് കൺസിഡർ ചെയ്യാറുണ്ടെന്നുള്ളത്. ഞാൻ പേഴ്സണലി അതിൻ്റെ വലിയ ഫാനല്ല. ഞാൻ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കലി എന്നെ സംബന്ധിച്ചിട്ട് അത് നോക്കിയിട്ട് ട്രേഡ് കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അപ്പോൾ പേഴ്സണലി എൻ്റെ ക്യാരക്ടറായിട്ട് ഒത്തുചേരാത്തൊരു കാര്യമാണ് ഓപ്ഷൻ ചെയിൻ അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി അധികം നോക്കാറില്ല. മേ ബി എക്സ്പയറി ഡേയിലൊക്കെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുമെന്ന് ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ടെക്നിക്കൽ അനാലിസിസ് ആയ ചാർട്ട് നോക്കിയിട്ടാണ് ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത്. അതിനർത്ഥം അത് വർക്ക് ചെയ്യില്ലെന്നല്ല. ഒരുപാട് പേര് അത് നോക്കിയിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ മാർക്കറ്റിൽ ഇന്നത് വർക്ക് ചെയ്യും, ഇന്നത് വർക്ക് ചെയ്യില്ല എന്നൊന്നുമില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഞാൻ പഠിച്ചൊരു കാര്യമാണ്. മാർക്കറ്റിൽ ഇന്നത് വർക്ക് ചെയ്യും, ഇന്നത് വർക്ക് ചെയ്യില്ല എന്നല്ല. മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യും, മാർക്കറ്റിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും, മാർക്കറ്റിൽ ഡാറ്റ നോക്കിയിട്ട് വർക്ക് ചെയ്യും. റൈറ്റ്. എല്ലാം വർക്ക് ചെയ്യും. ഓക്കെ. സോ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് നമ്മുടെ ഡേ ഹൈ ലെവൽ. അപ്പം ഞാൻ എൻ്റെ എക്സിറ്റ് ബട്ടൺ റെഡിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. യെസ്, ഡേ ഹൈ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. നോക്കാം ഇത് ഹോൾഡ് ചെയ്യുമോ എന്ന് നോക്കാം. ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു സഡൻ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി നോക്കും. ഇനി അതല്ല ചെറിയ റിജക്ഷനാണ് വരുന്നതെങ്കിൽ ഞാനെടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ. ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 40+ പോയിന്റ് 50 പോയിന്റ് അടുത്തുണ്ട്. സോ ഞാൻ എൻ്റെ ഓർഡറിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ റിജക്ഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് ഒരു 14,000 അടുത്ത് 14,000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 325 ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. ആൻഡ് കറക്റ്റ് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എക്സാക്ട്ലി ആ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. റൈറ്റ്. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.